നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. തമിഴ്നാട്ടിൽ BJP വിഴുങ്ങാൻ പോകുന്നത് AIADMKയുടെ പ്രതാപമാണ്. AIADMKയും DMK തമ്മിലുള്ള വോട്ട് വ്യത്യാസം നാമമാത്രമാണ്. 3-4% വ്യത്യാസമേ ലോക്സഭയിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒക്കെ ഉള്ളൂ എങ്കിലും അത് സീറ്റുകളുടെ കൺവേർഷനിലേക്ക് വരുമ്പോൾ വലിയ തോതിൽ പ്രതിഫലിക്കുന്നു എന്നുള്ളതാണ് സത്യം. തമിഴക വെട്രിക്കഴകം ഏറ്റവും കൂടുതൽ അവിടെ സ്പോയിലർ ആകാൻ പോകുന്നത് AIADMKയുടെ വോട്ടുകളാണ് എന്നാണ് സർവേകൾ വളരെ വ്യക്തമായി പഠനം വ്യക്തമാക്കുന്നത്. DMK കഴിഞ്ഞ തവണ കോൺഗ്രസിന് 25 സീറ്റാണ് മത്സരിക്കാൻ കൊടുത്തതെങ്കിൽ ഇക്കുറി അത് 40ഓളം സീറ്റുകളാണ് എന്നുള്ള വിലയിരുത്തലിലേക്കാണ് വന്നിരിക്കുന്നത്. അത് കോൺഗ്രസിന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിലുള്ള മികച്ച പ്രവർത്തനത്തിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ്. അവിടെ വളരെ ചിട്ടയായിട്ടുള്ള പ്രവർത്തനമാണ് കോൺഗ്രസ് നേതൃത്വം, സംസ്ഥാന നേതൃത്വം തമിഴ്നാട്ടിലെ ലോക്സഭാ സീറ്റുകളിൽ നടത്തിയത്. സെക്യുലർ പ്രോഗ്രസീവ് അലയൻസ്, അതായത് DMK മുന്നോട്ട് വെച്ച പദ്ധതി ഒരു രീതിയിലും പാളിപ്പോയില്ല. 39 മണ്ഡലങ്ങളിലും ലോക്സഭയിലെ 39 സീറ്റുകളിലും സമ്പൂർണ്ണ വിജയം നേടിയെടുക്കാൻ അവരെ കൊണ്ട് കഴിഞ്ഞു എന്നുള്ളത് ചെറിയൊരു കാര്യമായി കണക്കാക്കാൻ കഴിയില്ല. ഇടത് പാർട്ടികൾക്ക് കൂടുതൽ ആശ്രയം കൊടുക്കുന്നതിനേക്കാൾ നല്ലത് കോൺഗ്രസുമായുള്ള സഹകരണമാണ് എന്നുള്ള ദേശീയ നയത്തിന്റെ ഭാഗമായി തന്നെയാണ് സ്റ്റാലിൻ നിൽക്കുന്നത്. വീണ്ടും യുണൈറ്റഡ് പ്രോഗ്രസീവ് അലയൻസ് ദേശീയ തലത്തിലേക്ക് കൊണ്ടുവരേണ്ടതിൻ്റെയും രാജ്യസഭയിലെ കൺവേർഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ക്ലാരിഫിക്കേഷൻ വരുത്തേണ്ടതിൻ്റെയും ഉത്തരവാദിത്തമുണ്ട്. കാരണം രാജ്യസഭയിലേക്ക് വരുമ്പോൾ CPIയും CPMും അടങ്ങുന്ന ഇടതു പാർട്ടികൾ തമിഴ്നാട്ടിലെ രാജ്യസഭാ സീറ്റ് ഒഴിവുകളിൽ സീറ്റുകളുടെ അവകാശവുമായി എത്താനുള്ള സാധ്യത മുന്നിൽ കണ്ടുകൊണ്ട് അത് മുളയിലെ നുള്ളിക്കളഞ്ഞ് അത്തരത്തിലുള്ള ചിന്തകൾ, ദുരാഗ്രഹങ്ങൾ തടയുക എന്നുള്ളത് കൂടി സ്റ്റാലിൻ്റെ പക്കൽ ഏറ്റവും വ്യക്തമായി തെളിഞ്ഞു നിൽപ്പുണ്ട്. അതുകൊണ്ട് തന്നെ സ്റ്റാലിനെ തറപറ്റിക്കാൻ വേണ്ടിയുള്ള BJPയുടെ കളികളൊന്നും തന്നെ നടക്കാൻ പോകുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നേരത്തെ അന്നാമലയുമായി AIADMK നേതാക്കൾ തെറ്റിപ്പിണങ്ങിയതും അന്നാമലയ്ക്ക് സ്ഥാനമാനങ്ങളൊന്നും കൊടുക്കാത്തതിൻ്റെ പേരിൽ അന്നാമലെ പാർട്ടി വിടാനുള്ള സൂചനയും ഒക്കെ വലിയ രീതിയിൽ എഫക്റ്റീവായി BJP നേതാക്കൾക്ക് ഒരു പണിയാവുകയാണ്. CP രാധാകൃഷ്ണൻ എന്ന കോയമ്പത്തൂരിൽ നിന്നുള്ള മുൻ MPയെ രാജ്യസഭയിലെ അധ്യക്ഷനാക്കിക്കൊണ്ട് വൈസ് പ്രസിഡന്റായി, അതായത് ഉപരാഷ്ട്രപതിയാക്കിയതൊന്നും തമിഴ്നാട്ടിൽ ഒരിക്കലും BJPക്ക് ഗുണം ചെയ്യാൻ പോകുന്നില്ല എന്നുള്ളത് പരമാർത്ഥമാണ്. വാസ്തവം എന്താണെന്ന് വെച്ചാൽ തമിഴ്നാട്ടിൽ സ്റ്റാലിൻ വിജയിക്കാൻ, അല്ലെങ്കിൽ സ്റ്റാലിൻ്റെ ഭരണത്തിലേക്ക് ഉള്ള തുടർച്ച അദ്ദേഹത്തിൻ്റെ മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങളെ അടിസ്ഥാനമാക്കിയല്ല, പകരം BJP ഇവിടെ കുളം കലക്കി മീൻ പിടിക്കാനുള്ള വ്യഗ്രത തമിഴ് മക്കൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അവരുടെ മുമ്പിൽ ഇതൊന്നും ചെലവഴിക്കാൻ കഴിയില്ല. അവരുടെ ഒരു രീതിയിലുള്ള വിശ്വാസങ്ങളെ തല്ലി തകർക്കാൻ കഴിയില്ല. നമുക്കറിയാം, നേരത്തെ ദീപം തെളിയിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയം, മധുരയ്ക്കടുത്തുള്ള തിരുക്കുണ്ട്രവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു. തിരുപ്പാക്കുണ്ട്രത്തിലെ അവിടുത്തെ വിഷയങ്ങൾ ഒരു വർഗീയ വിഷയമായി ഊതിക്കത്തിച്ച് BJP അവിടെ മുതലെടുക്കാനുള്ള ശ്രമം നടത്തി അതിനെയൊക്കെ തടയുകയാണ്. ഭക്തവിശ്വാസികൾ, ഭക്തലക്ഷങ്ങളൊക്കെ തമിഴ്നാട്ടിൽ ഉണ്ടെങ്കിലും അതൊന്നും വർഗീയ വോട്ടുകളായി മാറാൻ പോകുന്നില്ല.